ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ചാപ്റ്റർ 11ൻ്റെ ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി ബുക്കിൽ ചാപ്റ്റർ 11th ആണ് കൗണ്ട് ആൻഡ് അറേഞ്ച്. ചാപ്റ്റർ കാണാത്തവർ ഒന്ന് ചാനലിൽ കയറി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ വീഡിയോസ് എടുത്തിട്ട് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ക്ലാസ്സിൻ്റെ പേര് കാണാമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നതുപോലെ തന്നെ ആ ഒരു പിക്ചർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്താണുള്ളത്? കുറേ കളിപ്പാട്ടങ്ങളുണ്ടല്ലേ, ടോയ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ടോയ് ഈസ് ദ മോർ ഇൻ നമ്പർ ദാൻ ദ അതേഴ്സ്? ഏത് ടോയാണ് മറ്റുള്ളവയെക്കാട്ടിലും കൂടുതലുള്ളത്? ഹൗ മെനി, അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബോൾ എത്ര എണ്ണ ഉള്ളത് മക്കളെ? 1 2 3 ആണല്ലേ ബോൾ ഉള്ളത്. പിന്നെയോ ടെഡി ബെയർ എത്ര എണ്ണം ഉണ്ട്? 4 ഉണ്ട്. കാറ് 5 ഉണ്ട്. ബാറ്റ് 4 ഉണ്ട്. പിന്നെ ഏതാ? ഫ്ലവേഴ്സ് 6 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ ചാപ്റ്റർ എടുക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് അല്ലേ കൂടുതലുള്ളത്. അപ്പോൾ ഫ്ലവേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 അല്ലേ. 6 നമ്പേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? ഈർക്കിൽസ് അല്ലേ. ദെയർ ആർ 10 ഈർക്കിൽസ് ഇൻ 1 ബണ്ടിൽ. ഒരു ബണ്ടിൽ, ഒരു കെട്ടിൽ 10 ഈർക്കിൽസ് ആണ് ഉള്ളത്. റൈറ്റ് ദ നമ്പർ ഓഫ് ഈർക്കിൽസ് ഇൻ ഈച്ച് റോ. അങ്ങനെയെങ്കിൽ ഓരോ വരിയിലും എത്ര ഈർക്കിളുണ്ടെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഒരു ബണ്ടിൽ, ഒരു കെട്ട് എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. അപ്പം നമുക്ക് എത്ര 10 ഉണ്ട് നോക്കാം അല്ലേ. എത്ര ടെൻസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഏതാ? 1 2 3 4 5 6 7 ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ എത്രയാ? 7 10 70. പിന്നെയോ അടുത്തത് 9 ബണ്ടിൽസ് ആണുള്ളത്. അപ്പോൾ 9 10 എത്രയാ? 90. നെക്സ്റ്റ് മൂന്നാമത്തേത് 10 ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ 10 ടെൻസ് എത്രയാണ്? 100 ആണ്. പിന്നെയോ 5 ബണ്ടിൽസ് ആണുള്ളത്. അപ്പോൾ എത്രയാ? 50. പിന്നെ 8 ബണ്ടിൽസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ 80. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് റോ ഹാസ് ദ മോർ നമ്പർ ഓഫ് ഈർക്കിൾസ്? ഏറ്റവും കൂടുതൽ നമ്പറുള്ള ഈർക്കിൾസ് ഉള്ളത് ഏത് റോയിലാണ് എന്ന്. ആ റോ നിങ്ങൾ എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. ഏതാണ് ഏറ്റവും കൂടുതൽ? 3rd റോ ആണല്ലേ. 100 ആണ് ആൻസർ വരുന്നത്. അതല്ലേ ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ റോ മക്കൾ കളർ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട്. ക്ലാസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ എണ്ണം എഴുതാൻ, നമ്പർ എഴുതാൻ ഒരു സ്പേസും ഉണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. അപ്പം നിങ്ങളുടെ സ്കൂളിൽ എത്ര സ്റ്റുഡൻസ് ആണ് ഓരോ ക്ലാസ്സിലും ഉള്ളതെന്ന് എഴുതണം. ഏതൊക്കെ ക്ലാസ്സിലാണ്? ഫസ്റ്റ് എ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് എ, 3rd എ, 4th എ. ഈ 4 ക്ലാസ്സിൽ 4 ക്ലാസ്സുകളിലും എത്ര ചിൽഡ്രൻസ് ഉണ്ട് നിങ്ങൾ അവിടെ എഴുതണം. അതിനുശേഷം താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. വിച്ച് ക്ലാസ് ഹാസ് ദ മോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏത് ക്ലാസ്സിലാണ്? വിച്ച് ക്ലാസ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് കുട്ടികളുള്ളതെന്ന് ആ ഒരു ബോക്സിൽ എഴുതുക. അപ്പോൾ ഇത് മക്കൾ ചെയ്യേണ്ടതാണ് കേട്ടോ. മക്കളുടെ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട് എന്ന് എഴുതുക. ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണെന്നും ഏറ്റവും കുറവ് ഏത് ക്ലാസ്സിലാണെന്നും മക്കൾ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ആർട്ട് ഫെസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് ജീവികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഏതൊക്കെയാണ്? ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ബേർഡ്സ്, മങ്കി, ജിറാഫ്, റാബിറ്റ്, സ്ക്യൂരൽ, എലിഫൻ്റ്. അത് ഓരോന്നും എത്ര നമ്പർ ഉണ്ട് എന്ന് ഇവിടെ എഴുതണം. ആദ്യം ബേർഡ്സ് നമുക്കൊന്ന് എണ്ണി നോക്കാം. എൻ്റെ കൂടെ ഒരു തലക്കൊന്ന് എണ്ണി തുടങ്ങിക്കോളൂ കേട്ടോ. 1 2 3 4 5 6. പിന്നെ താഴോട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ 6 ബേർഡ്സ് ആണ് ഉള്ളത്. ഇനി മങ്കി നമുക്ക് മുകളിൽ നിന്ന് എണ്ണി തുടങ്ങാം. 1 2. പിന്നെ താഴെ ഉണ്ടോ? താഴെ ഇല്ല, സൈഡിൽ ഉണ്ട് അല്ലേ. അപ്പോൾ 3 ആണ്. നെക്സ്റ്റ് ജിറാഫ്. ജിറാഫ് മുകളിലില്ല, ഈ ഒരു സൈഡിലില്ല, താഴെ ഭാഗത്തില്ല. ഇവിടെ 1 ഉണ്ട് അല്ലേ. 1. അപ്പോൾ എത്ര ജിറാഫ് ഉണ്ട്? 1. നെക്സ്റ്റ് റാബിറ്റ് ആണ് അല്ലേ. റാബിറ്റ് മുകളിൽ 1. പിന്നെ താഴേക്ക് നോക്കിക്കേ. 2 3. പിന്നെയോ 4 5 അല്ലേ. 5 അല്ലേ ഉള്ളത്, തെറ്റിയിട്ടില്ലല്ലോ. 1 2 3 4 5. ഇനി സ്ക്യൂരൽ, അണ്ണാൻ എത്ര എണ്ണം ഉണ്ട്? 1. പിന്നെയോ സൈഡിലുണ്ടോ? 2. താഴെ ഉണ്ടോ? താഴെ ഇല്ലല്ലേ. അപ്പം 2 ആണ് സ്ക്യൂരൽ.
ഇനി നെക്സ്റ്റ് ആരാണ്? എലിഫൻ്റ് ആണ്. എലിഫൻ്റ് എത്ര എണ്ണം ഉണ്ട്? മുകളിലുണ്ടോ? ഇല്ല. സൈഡിൽ 1, താഴെ 1. അപ്പോൾ എത്രയാ? 2. ഇനി താഴെ എന്താ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഗ്രൂപ്പ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ? ഏത് ഗ്രൂപ്പാണ് ലാർജസ്റ്റ് നമ്പർ ആയിട്ടുള്ളത്? ബേർഡ്സ് ആണ് അല്ലേ, 6. വിച്ച് ഹാസ് ദ ലീസ്റ്റ്? ഏറ്റവും കുറവുള്ള ഗ്രൂപ്പ് ഏതാണ്? ഹൗ മെനി? എത്രയാ? ജിറാഫാണ്, 1. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഗ്രൂപ്പ്സ് ഹാവ് ദ സെയിം നമ്പർ? സെയിം നമ്പർ ഉള്ളത് ഏതൊക്കെ ഗ്രൂപ്പാണ്? സ്ക്വിറൽ ആൻഡ് എലിഫൻ്റ് അല്ലേ, 2 ആണ്. ഇനി ലാസ്റ്റ് എന്താണ്? ടോയ്സ്. അറേഞ്ച് ദ സ്കാറ്റേർഡ് ടോയ്സ്. അപ്പോൾ ചിതറിക്കിടക്കുന്ന ഈ ടോയ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിക്ചർ മക്കൾ വരയ്ക്കണം കേട്ടോ, എന്നിട്ടാണ് നമ്പർ എഴുതേണ്ടത്. ഞാനിവിടെ ആ ഒരു പിക്ചറിൻ്റെ നെയിമാണ് കേട്ടോ എഴുതുന്നത്. അവിടെ മക്കൾ എത്ര എണ്ണം ഉണ്ടോ അതവിടെ വരച്ചു കൊടുക്കണം. അപ്പോൾ പെൻസിൽ എത്ര എണ്ണ മക്കളെ? 1, 2, 3, 4, 5, 6, 7 ആണ് അല്ലേ. ടെഡി ബെയറോ? 1, 2, 3, 4. ഡക്ക് 1, 2 ആണ്. ബോള് 1, 2, 3. ഇനി കാറോ? 1, 2 അല്ലേ. വിച്ച് ടോയ് ഈസ് മോർ ഇൻ നമ്പർ? ഏറ്റവും കൂടുതലുള്ള ടോയ് ഏതാണ്? പെൻസിലാണ് അല്ലേ. വിച്ച് ടോയ്സ് ആർ ഈക്വൽ ഇൻ നമ്പർ? ഒരേ നമ്പറുള്ള ടോയ്സ് ഏതാണ്? ഡക്കും കാറും ആണ് അല്ലേ. അപ്പോൾ മക്കളെ ഇത്രയാണ് മാത്സിൻ്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി എക്സാമിന് ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.